അവരുടെ പണത്തെയും BJPയെയും രണ്ടും പാലക്കാട്ടെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. പാലക്കാടിൻ്റെ ആത്മാഭിമാനം വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല. പാലക്കാട് രമേശ് പിഷാരടി നല്ല ഭൂരിപക്ഷത്തിൽ 5 അക്ക ഭൂരിപക്ഷത്തിൽ രമേശ് പിഷാരടി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്തുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഞാൻ കേരളത്തിൽ 12 ജില്ലകളിലായി നിരവധി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പാർട്ടിയും മുന്നണിയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യാനും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമാവാനും അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ എല്ലാം ചെന്ന സമയത്ത് കണ്ട ആളുകളുടെ പ്രതികരണം, ഞാൻ പറയുന്നത് ഞങ്ങളുടെ കൂടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത പാർട്ടി വർക്കേഴ്സിൻ്റെയോ മുന്നണി വർക്കേഴ്സിൻ്റെയോ UDF അനുഭാവികളുടെയോ മാത്രം കാര്യമല്ല. ഞങ്ങളുടെ ഏത് പ്രോഗ്രാമിനെയും വീക്ഷിക്കുന്നതിന് വേണ്ടിയും റോഡിൻ്റെ വശങ്ങളിൽ നിന്നിരുന്ന ആളുകൾ, വാഹനങ്ങളിൽ പോയിരുന്ന ആളുകൾ, കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ഇറങ്ങി വന്ന് അഭിവാദ്യം ചെയ്ത ആളുകൾ, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇക്കാര്യത്തെയും ധാർഷ്ട്യത്തെയൊന്നും ഇനി കേരളത്തിലെ ജനങ്ങൾ വെച്ച് പൊറുപ്പിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ സർക്കാരിനെ ചുമന്നു മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചുറച്ചതുപോലെയാണ് ഇതുവരെ നടന്ന പ്രചരണ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പോയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക്. അതുകൊണ്ട് മൂഡ് ഏതാണെന്ന് ചോദിച്ചാൽ മൂഡ് ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിൻ്റെ മൂഡാണ്. UDF പിന്നെ സെഞ്ചുറി അടിച്ച് കേരളത്തിൽ തിരിച്ചു വരുന്ന മൂഡാണ് കേരളത്തിലെ ഗ്രൗണ്ടിലുള്ളത്. ഞാനിതിന് മുമ്പ് മാധ്യമങ്ങൾ പ്രചരണ സമയത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞ പോലെ റിയൽ ഇലക്ഷൻ സ്റ്റോറി, ഗ്രൗണ്ട് സ്റ്റോറി എന്നുള്ളത് UDFന് 100% അനുകൂലമാണ്. ഈ പാലക്കാട്ട് ഇന്നലത്തെ സംഭവങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. BJP പറയുന്നത് ഇപ്പോഴും അതൊരു നിഴൽ മാത്രമാണ്. അല്ല, BJP നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് നിർത്തണം. എന്നിട്ട് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവണം. കണ്ണുള്ളവരെല്ലാം കണ്ടതാണ്, കാഴ്ചയുള്ളവരത് മനസ്സിലാക്കിയതാണ്. അത് കണ്ട ഒരാളുടെ മുമ്പിൽ, യാഥാർത്ഥ്യങ്ങൾ അത്രത്തോളം കണ്ട ഒരാളുടെ മുമ്പിൽ പിന്നെ മറിച്ച് പറയുകയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും മാധ്യമപ്രവർത്തകർക്കെതിരെ പറയും, വാർത്ത കൊടുത്തവർക്കെതിരെ പറയും, പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മളെല്ലാവരും കണ്ടതല്ലേ ആ വിഷ്വൽസ് കണ്ടതിനോടുള്ള പ്രതികരണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ. ഒരു പരിചയമില്ല എന്ന് പറഞ്ഞു. പ്രചരണത്തിന് മുമ്പുള്ള വേറെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു. ആ കാറിൽ തന്നെ ഇരിക്കുന്നതായിട്ടും ഒപ്പമുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടൊക്കെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടു. അതെല്ലാം കണ്ടത് വാർത്തയാക്കിയതും കണ്ടത് വിശ്വസിച്ചവരുമായിട്ടുള്ള ജനങ്ങളെ, അവരുടെ സാമാന്യ ബുദ്ധിയെ വീണ്ടും വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു അജണ്ടയും അല്ല. അവരെ നടപ്പിലാക്കിയ ഒരു കാര്യം ഒന്നേ ദൃശ്യത്തിൽ പതിഞ്ഞുള്ളൂ. ആ പതിഞ്ഞത് പുറത്തു വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുന്നു, അവരുടെ പണത്തെയും BJPയെയും രണ്ടും പാലക്കാട്ടെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. പാലക്കാടിൻ്റെ ആത്മാഭിമാനം വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല. പാലക്കാട് രമേശ് പിഷാരടി നല്ല ഭൂരിപക്ഷത്തിൽ 5 അക്ക ഭൂരിപക്ഷത്തിൽ രമേശ് പിഷാരടി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്തുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ.